ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ പീലീസ് വില്ലേജ് എന്ന ചാപ്റ്ററിലെ കുറച്ച് ഭാഗമാണ് കഴിഞ്ഞ ദിവസം നോക്കിയത്. നമ്മൾ എവിടെ വെച്ച് അവസാനിപ്പിച്ചത്? പീലിയുടെ ഗ്രാമത്തിലേക്ക് പീലിയുടെ ഫ്രണ്ട്സുകളൊക്കെ വന്നില്ലേ? അപ്പോൾ പീലി ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ ഇത്ര നേരം വൈകിയെന്നൊക്കെ പീലി ചോദിക്കല്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ എഴുതിയില്ല. അപ്പോൾ നമുക്ക് ബാക്കി ഭാഗങ്ങളും നോക്കാം. അപ്പോൾ കൂട്ടുകാരെ കാത്തു നിന്ന പീലീനെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. അപ്പോൾ പീലി അവരോട് പറയാണ്, കം ലെറ്റ്സ് ഗോ ഹോം, വരൂ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു വർക്ക് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? വാട്ട് ആർ യുവർ എക്സ്പെക്റ്റേഷൻ എബൌട്ട് പീലീസ് വില്ലേജ്? പീലീസ് വില്ലേജിനെ കുറിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് എഴുതാനാണ് പറയുന്നത്. ഇമേജിൻ പീലീസ് വില്ലേജ് ആൻഡ് ഡ്രോ ഇൻ യുവർ നോട്ട്ബുക്ക്. യു ക്യാൻ ആൾസോ റീച്ച് ഔട്ട് ടു യുവർ ടീച്ചർ ഫോർ ഹെൽപ്പ്. പീലിയുടെ ഗ്രാമത്തിൻ്റെ ഒരു ഭാവനാ ചിത്രം നോട്ട്ബുക്കിൽ വരച്ചു നോക്കൂ, ടീച്ചറുടെ സഹായം കൂടി തേടൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭാവനയിൽ ഒരു ഗ്രാമം എങ്ങനെ ആയിരിക്കും? തെങ്ങും തോപ്പുകളും വയലും പിന്നെ ചെറിയ ചെറിയ വീടുകളും അങ്ങനെയൊക്കെ ഉള്ളതല്ലേ ഗ്രാമം. ചെറിയ കുന്നിൻ ചെരുവുകളും കുഞ്ഞു കുഞ്ഞു അരുവികളും ഇതൊക്കെ നിറഞ്ഞതല്ലേ ഗ്രാമം. അപ്പോൾ കൂട്ടുകാരുടെ ഭാവനയിലുള്ള ഒരു ഗ്രാമത്തിൻ്റെ ചിത്രം വരയ്ക്കാനാണ് പറയുന്നത്. പീലി കൂട്ടുകാരെ വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോഴത്തേക്കും പീലിയുടെ അടുത്തേക്ക് പീലിയുടെ അമ്മ വരികയാണ്. ദിസ് ഈസ് മൈ അമ്മ. അപ്പോൾ കൂട്ടുകാർക്ക് പീലി പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്, ഇതാണ് എൻ്റെ അമ്മ. അപ്പോൾ അമ്മ കൂട്ടുകാരോട് പറയാണ്, കമോൺ എവരിബഡി, എല്ലാവരും വരൂ. യു ആൾ മസ്റ്റ് ബി ടയേർഡ് ബൈ വാക്കിംഗ് സോ ലോങ്. ഒത്തിരി നടന്നത് കാരണം നിങ്ങൾ ക്ഷീണിച്ച് കാണുമല്ലേ? ലെറ്റ്സ് ഹാവ് എ മീൽ ഫസ്റ്റ്. നമുക്ക് ആദ്യം ഭക്ഷണം കഴിക്കാം എന്ന് അമ്മ കൂട്ടുകാരോട് പറയാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ റിക്കി പറയാണ്, ഐ ഹാവ് ബോട്ട് മൈ ഓൺ ഫുഡ് ഫ്രം ഹോം, ഐ വിൽ ഈറ്റ് ദാറ്റ്. എനിക്ക് കഴിക്കാനുള്ളത് വീട്ടിൽ നിന്ന് തന്നു വിട്ടിട്ടുണ്ട്, ഞാൻ അത് കഴിച്ചോളാം. അപ്പോൾ അത് കേട്ട ഉടനെ നമ്മുടെ പീലി പറയാണ്, ഹോ ഹൗ നോട്ടി ഹീസ്. പിന്നെ അവൻ്റെ ഒരു ജാട, നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് ജാടയെന്നല്ലേ വിചാരിക്കുക. അപ്പോൾ പീലി അങ്ങനെ തമാശയ്ക്ക് പറയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ പീലിയുടെ അമ്മ പറയാണ്, ഡിയർ, ഈസിൻറ്റ് ദാറ്റ് വാട്ട് യു ഈറ്റ് ഡെയിലി? അതൊക്കെ മോൻ എന്നും കഴിക്കുന്നതല്ലേ, ട്രൈ ഈറ്റിംഗ് ദീസ്. ഇതൊന്ന് കഴിച്ചു നോക്ക്. ദ റൈസ് വി ഈറ്റ് ഈസ് ഫ്രം പാഡി ഗ്രോ ഇൻ അവർ ഓൺ ഫീൽഡ്, വി മീൽ ഈറ്റ് അവർ സെൽസ്. ഇവിടുത്തെ വയലിലുണ്ടായ നെല്ല് കുത്തിയ അരിയാണ് ചോറുണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത്. And then there's tapioca. There is also fish catch by Pili's father from the river. Fish curry is made by father himself. പിന്നെ കപ്പയും പീലിയുടെ അച്ഛൻ പുഴയിൽ നിന്ന് പിടിച്ച മീനും ഒക്കെയാണ് ഉള്ളത്. അച്ഛനാണ് മീൻ കറി ഉണ്ടാക്കിയത്. അങ്ങനെ അമ്മ പറഞ്ഞതൊക്കെ കേട്ടിട്ട് റിക്കി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. റിക്കിയുടെ കൂടെ വേറെ ആരാ ഉള്ളത്? അപ്പും കൂടി ഇരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ റിക്കി പറയാണ്, ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഐ ആം ഹാവിങ് സച്ച് ഡെലീഷ്യസ് ഫുഡ്. വി ഡോണ്ട് ബൈ എനിത്തിങ് ലൈക്ക് ദിസ് അറ്റ് ഹോം. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നത്. എൻ്റെ വീട്ടിൽ ഇങ്ങനെയുള്ളതല്ല വാങ്ങുന്നത്. അതാണ് റിക്കി പറയുന്നത്. അപ്പോൾ അപ്പു എന്താ പറയുന്നത്? പീലി, ദിസ് ഫുഡ് ഈസ് റിയലി ഗുഡ്. ഹൗ ഡെലീഷ്യസ് ഇറ്റ് ഈസ്. യു ഷുഡ് ഷെയർ ദ റെസിപ്പി, ഓക്കെ? പീലി, വളരെ നന്നായിട്ടുണ്ട്. ഭക്ഷണത്തെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പു പറയണത്. പീലി, വളരെ നന്നായിട്ടുണ്ട്, എന്തു നല്ല രുചി, ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരണേ. ഇതാണ് അപ്പു പീലിയോട് പറയുകയാണ്. ഇവരുടെ കൂടെ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് ആര്? ചമേലി കൂടെ ഇവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ ചമേലി പറയാണ്, വി ക്യാൻ ആസ്ക് ഫാദർ ഹിംസെൽഫ്. നമുക്ക് അച്ഛനോട് തന്നെ ചോദിക്കാം, കാരണം അച്ഛനല്ലേ കറി ഉണ്ടാക്കിയത്. അപ്പം അത് കേട്ടപ്പോൾ അമ്മ എന്താ പറയുന്നത്? ഫാദർ വിൽ ബി ഇൻ ദ ഫീൽഡ്, ഗോ ദെയർ, യു ആൾ ക്യാൻ സീ അവർ വില്ലേജ് ടു. എന്താണ് അമ്മ പറഞ്ഞത്? അച്ഛൻ വയലിലുണ്ടാവും, നിങ്ങളെല്ലാവരും അങ്ങോട്ട് പൊയ്ക്കോളൂ, അപ്പോൾ നിങ്ങൾക്ക് വയലും കൂടെ കാണാലോ എന്നാണ് അമ്മ പറയുന്നത്. അടുത്തതൊരു വർക്കാണ് തന്നിട്ടുള്ളതല്ലേ, ഷാൾ ബി ഇൻ്റർവ്യൂ പീലീസ് ഫാദർ. നമുക്ക് പീലിയുടെ അച്ഛനെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്താലോ? പ്രിപ്പയർ എ ക്വസ്റ്റനെയർ ഫോർ ദാറ്റ്, ടീച്ചർ വിൽ ആൾസോ ഹെൽപ്പ്. അപ്പോൾ അതിനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കൂ, ടീച്ചറുടെ പിന്തുണയും ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു യു കുക്ക് സച്ച് എ ഡെലീഷ്യസ് ഫിഷ് കറി? നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും രുചികരമായ ഒരു മീൻ കറി ഉണ്ടാക്കിയത് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ക്രോപ്സ് ഓർ എനിമൽസ് ഡു യു റൈസ്? എന്ത് തരം വിളകളും മൃഗങ്ങളെയൊക്കെയാണ് നിങ്ങൾ പരിപാലിക്കുന്നത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡു യു പ്രൊട്ടക്റ്റ് യുവർ ക്രോപ്സ് ഫ്രം പെറ്റ്സ്? നിങ്ങൾ കീടങ്ങളിൽ നിന്നും നിങ്ങളുടെ വിളകളെ എങ്ങനെ രക്ഷിക്കുന്നു? നാലാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡു യു സെൽ യുവർ പ്രൊഡക്ട്സ്?
നിങ്ങളുടെ പ്രൊഡക്ട്സ് ഒക്കെ എങ്ങനെയാണ് വിൽക്കുന്നത്? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് അഡ്വൈസ് വുഡ് യു ഗിവ് ടു ദ യങ് ജനറേഷൻ? യുവതലമുറകൾക്ക് നിങ്ങൾ തരുന്ന അഡ്വൈസ് എന്താണ്, അല്ലെങ്കിൽ ഉപദേശം എന്താണെന്നൊക്കെയാണ്. ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇൻ്റർവ്യൂവിൽ ഉൾപ്പെടുത്താം അല്ലേ. അപ്പോൾ ഇതിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂട്ടുകാർ എഴുതി ചേർക്കുക. അടുത്തൊരു ചിത്രത്തിൽ പീലിയുടെ അച്ഛനും പീലിയും പീലിയുടെ കൂട്ടുകാരെല്ലാം നിൽക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ പീലിയുടെ അച്ഛൻ എന്താ പറയുന്നത്? ദാറ്റ്സ് ഹൗ വി മേക്ക് ഫുഡ്. ഇങ്ങനെയാണ് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഭക്ഷണം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വേണം നമ്മൾ ഇൻ്റർവ്യൂവിൽ ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അച്ഛൻ അതിനനുസരിച്ചുള്ള ആൻസേഴ്സ് തരും. അപ്പോഴേ നമുക്ക് മനസ്സിലാവും എങ്ങനെയുള്ള ഫുഡാണ് ഉണ്ടാക്കിയതെന്ന്. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തയ്യാറാക്കുക. അച്ഛൻ പറയുന്നത് കേട്ട് നോക്കുമ്പോൾ നീനു എന്താ പറയുന്നത്? നൈസ്, ഐ ടു വാണ്ട് ടു ലേൺ ടു കുക്ക് ആൾ ദീസ്. എന്താ പറഞ്ഞത്? കൊള്ളാം, എനിക്കും പഠിക്കണം ഇതൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ നീനുവിന് കുക്കിംഗ് ഒക്കെ ഇഷ്ടമായി തുടങ്ങിയിരിക്കണു അല്ലേ. അപ്പോൾ അടുത്തൊരു വർക്കാണ് കൂട്ടുകാർക്ക് ചെയ്യാനുള്ളത്. എന്താണ്? ഷാൾ വി മേക്ക് എ ഡിഷ് ഫോർ ഫ്രണ്ട്സ്? കൂട്ടുകാർക്കായി ഒരു വിഭവം ഉണ്ടാക്കിയാലോ? പ്രിപ്പയർ എ ഡിഷ് യൂസിങ് എഡിബിൾ ഐറ്റം കളക്റ്റഡ് ഫ്രം യുവർ ലൊക്കാലിറ്റി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൽഡർ പ്രിപ്പയർ ആൻഡ് ബ്രിങ് ഇൻ ടു ദ ക്ലാസ് റൂം. എന്താ പറഞ്ഞത്? നിങ്ങളുടെ പരിസരത്ത് നിന്ന് ലഭിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് മുതിർന്നവരുടെ സഹായത്തോടെ ഭക്ഷണം തയ്യാറാക്കി ക്ലാസ്സിൽ കൊണ്ടുവരൂ എന്നാണ് പറയുന്നത്. ഹോപ്പ് യു വുഡ് ഷെയർ ദ ഫുഡ് ഐറ്റംസ് ദാറ്റ് യു ബ്രിങ് വിത്ത് എവറി വൺ ഇൻ ദ ക്ലാസ്. ഭക്ഷണം കൊണ്ടുവന്നാൽ മാത്രം മതിയോ? കൊണ്ടുവരുന്ന വിഭവങ്ങൾ എല്ലാവരും ഒന്നിച്ച് പങ്കിട്ട് കഴിക്കുമല്ലോ. അപ്പോൾ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കാനും കൂടിയാണ് പറയുന്നത്. നമ്മുടെ റിക്കി അച്ഛനോട് എന്തോ ചോദിക്കുന്നുണ്ട്. എന്താണ്? ഐ ലൈക്ക് ദിസ് പ്ലേസ് വെരി മച്ച്. എനിക്ക് ഈ സ്ഥലം ഒരുപാട് ഇഷ്ടമായി. ബട്ട് അങ്കിൾ, പക്ഷെ അങ്കിളെ, ഐ ഹാവ് എ ഡൗട്ട്. എനിക്കൊരു സംശയമുണ്ട്. എന്താണ് റിക്കിയുടെ സംശയം? വോണ്ട് യു ഫീൽ ബോർഡ് വിത്തൗട്ട് ഗുഡ് നെറ്റ്വർക്ക് കവറേജ് ആൻഡ് വൈഫൈ കണക്ടിവിറ്റി? റിക്കിയുടെ സംശയം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇവിടെ ബോറടിക്കില്ലേ? ഇവിടെ നല്ലൊരു നെറ്റ്വർക്ക് കവറേജ് ഇല്ല, വൈഫൈ ഒന്നും കണക്ഷൻ ഇല്ല, ഇതൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ബോറടിക്കില്ലേ എന്ന് ചോദിക്കുകയാണ് വിക്കി. ഈ വന്നതിൽ ഒരു കുറച്ച് റിച്ച് ആയിട്ടുള്ളത് റിക്കിയാണല്ലേ. റിക്കിയാണ് വലിയൊരു വീട്ടിൽ നിന്നൊക്കെ വരുന്ന കുറച്ച് പണക്കാരൻ കുട്ടിയാണ് റിക്കി. അപ്പോൾ റിക്കി ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. വാട്ട് വിൽ യു ഡു ഇഫ് യു വിഷ് ടു പ്ലേ എ ഗെയിം പീലി? ഒരു ഗെയിം കളിക്കണമെങ്കിൽ പീലി എന്താ ചെയ്യുക എന്നാണ് റിക്കി ചോദിക്കുന്നത്. ഹൗ ഡു യു ഫീൽ ഹാപ്പി വിത്തൗട്ട് എനി ഗെയിം? ഇഫ് വി വർ ഇൻ സിറ്റി വി കുഡ് ഡു മെനി തിങ്സ്. ഒരു ഗെയിം കളിക്കാതെ എങ്ങനെ സന്തോഷത്തിലാവാൻ പറ്റുക? സിറ്റിയിലാണെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടായിരുന്നു കളിക്കാൻ. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ അപ്പു പറയുന്നത് എന്താ? ഐ തിങ്ക് ദിസ് പ്ലേസ് ഈസ് മോർ ഇൻട്രസ്റ്റിംഗ് ദെൻ ദ സിറ്റി. നഗരത്തേക്കാൾ രസം ഇവിടെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അപ്പൂന് തോന്നുന്നതാണ് അപ്പു പറഞ്ഞത്. അപ്പൂന് നഗരത്തിനേക്കാൾ ഇഷ്ടമായത് ഗ്രാമമാണ് ഇഷ്ടമായെന്നാണ് അപ്പു പറയുന്നത്. അടുത്ത വർക്ക് എന്താ? വൈ വുഡ് ഹാവ് വിക്കി ആൻഡ് അപ്പു സേ ടു ഡിഫറെൻറ്റ് ഒപ്പീനിയൻ അബൌട്ട് ദ സെയിം സിറ്റി? ഒരേ സിറ്റിയെ കുറിച്ചിട്ട് വിക്കിയും അപ്പുവും വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞത് എന്താണെന്നാണ് അടുത്ത ഒരു വർക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ആൻസർ ചെയ്താലോ. എന്തുകൊണ്ടായിരിക്കാം വിക്കിയും അപ്പുവും രണ്ട് തരം അഭിപ്രായം പറഞ്ഞത് ഒരേ സിറ്റിയെ കുറിച്ചിട്ട്? അപ്പു ഈസ് പുവർ ആൻഡ് ഹി ലീവ്സ് ഇൻ എ സ്ലം ഏരിയ. അപ്പു ഒരു ദരിദ്രനാണല്ലേ. അവൻ ജീവിക്കുന്നത് ഒരു സ്ലം ഏരിയ, ഒരു ചേരി പ്രദേശത്താണ് അവൻ താമസിക്കുന്നത്. ഹി ഡോണ്ട് ഹേവ് ബേസിക് ഫെസിലിറ്റീസ് ഓർ എ ക്ലീൻ സറൗണ്ടിങ്. അപ്പുവിനൊരു ബേസിക് ഫെസിലിറ്റി, ഒരു അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ല. അവിടെ ഒരു ക്ലീൻ ആയിട്ടുള്ള പ്രദേശത്തൊന്നുമല്ല നമ്മുടെ അപ്പു ജീവിക്കുന്നത്. ബട്ട് വിക്കീസ് ഫാമിലി ഈസ് റിച്ച്. പക്ഷേ നമ്മുടെ വിക്കിയുടെ ഫാമിലി റിച്ചാണ്. ഹി ലീവ്സ് ഇൻ എ അപ്പാർട്ട്മെൻറ്റ്. അവനൊരു അപ്പാർട്ട്മെൻറ്റിലാണ്, ഒരു വലിയൊരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. ആൻഡ് ഹി ഈസ് പ്രൊവൈഡഡ് വിത്ത് ആൾ ദ ഫെസിലിറ്റി. അവന് എല്ലാവിധ സൗകര്യങ്ങളും ലഭിക്കുന്നുണ്ട്. സോ ഹി എൻജോയ് ഹീസ് ലൈഫ്. അതുകൊണ്ട് തന്നെ വിക്കി അവൻ്റെ ജീവിതം എൻജോയ് ചെയ്യാണ്. അപ്പോൾ അപ്പു ഒരു ഒരു ചേരി പ്രദേശത്ത് നിന്ന് വന്നുകൊണ്ട് തന്നെ അപ്പുവിന് ഈ ഗ്രാമം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുവാണ്. അതുകൊണ്ടാണ് അപ്പുവും വിക്കിയും ഒരേ സിറ്റിയെ രണ്ട് തരത്തിലുള്ള അഭിപ്രായം പറയുന്നത്. അപ്പോൾ നേരത്തെ വിക്കി നമ്മുടെ പീലിയോട് ചോദിക്കുന്നില്ലേ ഇവിടെ എങ്ങനെയാണ് ഗെയിമൊക്കെ കളിക്കുന്നതെന്നുള്ളത്. അപ്പോൾ അതിന് മറുപടി അച്ഛനാണ് കൊടുക്കുന്നത്. ദെയർ ആർ വേരിയസ് ഗെയിംസ് ഹിയർ ടു. ഇവിടെ ഒരുപാട് ഗെയിമുകളുണ്ട്. കമോൺ, വരൂ, ലെറ്റ്സ് ഗോ ആൻഡ് സീ ഹൗ ദ ചിൽഡ്രൻസ് ആർ പ്ലേയിങ് ആൻഡ് ഹാവിങ് ഫൺ ഹിയർ. ഇവിടുത്തെ കുട്ടികൾ, അതായത് ഗ്രാമത്തിലെ കുട്ടികൾ എങ്ങനെയാണ് കളിച്ച് ഉല്ലസിക്കുന്നതെന്ന് നമുക്ക് കണ്ടുവരാം. എല്ലാവരും വരൂ എന്നാണ് അച്ഛൻ പറയുന്നത്. കമോൺ, വി ക്യാൻ ആൾസോ ഗോ വിത്ത് പീലീസ് ഫാദർ ആൻഡ് സീ ദ ഡിഫറെൻറ്റ് സ്ട്രീംസ് ഓഫ് ഫൺ വിത്ത് ദ വില്ലേജ്. അപ്പോൾ വരൂ, നമുക്കും പീലിയുടെ അച്ഛൻ്റെ കൂടെ പോയിട്ട് ഗ്രാമത്തിലെ കുട്ടികളുടെ കളികളൊക്കെ ഒന്ന് കണ്ടാലോ. താഴെ ആ ബോക്സിൽ ഒരു ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ടല്ലോ. എന്താണ്? യു ടു ഹാവ് എക്സ്പീരിയൻസ്ഡ് മൊമെൻറ്റ്സ് ഓഫ് ഹാപ്പിനെസ് ഇൻ യുവർ ലൈഫ്.
Haven't you? What things make you happy? With the help of digital device in the school makes a selfie video titled My Happiness under the supervision of your teacher. അതായത് നിങ്ങളും ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവുമല്ലോ, ഉണ്ടാവുമല്ലേ? എന്തൊക്കെ സന്ദർഭങ്ങളിലാണ്, അപ്പോൾ ആ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷത്തിലായെന്നുള്ളത് എഴുതുക. എന്തൊക്കെ ലഭിച്ചാലാണ് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുക? സ്കൂളിലെ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സഹായത്തോടെ ടീച്ചറുടെ മേൽനോട്ടത്തിൽ എൻ്റെ സന്തോഷങ്ങൾ എന്ന പേരൊരു സെൽഫി വീഡിയോ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ദ റസ്റ്റിക് ബ്യൂട്ടി, ഗ്രാമഭംഗി. വാക്ക് ത്രൂ പീലീസ് വില്ലേജ് ആൻഡ് സീ ഹൗ സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. നമുക്ക് പീലിയുടെ ഗ്രാമത്തിലൂടെ നടന്ന് ആ ഗ്രാമം എത്ര സുന്ദരവും ലളിതവുമാണെന്ന് നോക്കാം. ഇപ്പോൾ പീലിയും കൂട്ടുകാരും അച്ഛൻ്റെ കൂടെ എവിടെയാണ് എത്തിയിരിക്കുന്നത്? വില്ലേജേഴ്സ് കം ടു ദ വീക്ക്ലി മാർക്കറ്റ് ടു ബൈ ആൻഡ് സെൽ ദ ലോക്കലി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ്. പീലിയും കൂട്ടുകാരും അച്ഛൻ്റെ കൂടെ അവിടെയുള്ളൊരു മാർക്കറ്റിലാണ് വന്നിരിക്കുന്നത്. ഗ്രാമത്തിലൊരു മാർക്കറ്റാണിത്. മാർക്കറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് അവരോട് അച്ഛൻ എന്താണ് പറയുന്നത്? ആഴ്ചച്ചന്തകളിൽ വന്നാണ് ഗ്രാമവാസികൾ സാധനം വാങ്ങുന്നതും അവരുണ്ടാക്കിയവ വിൽക്കുന്നതും. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ ആളുകൾ ഇതുപോലെ ഇങ്ങനെ കൂടും. അപ്പോൾ അവരവരുണ്ടാക്കിയ സാധനങ്ങൾ അവിടെ കൊണ്ടുപോയി വിൽക്കും. അവർക്ക് വേണ്ട സാധനങ്ങൾ മറ്റാരെങ്കിലും വിൽക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ കയ്യിൽ ആ സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് ഈ ഒരു ചന്ത ഉണ്ടാവുക. അപ്പം ഇങ്ങനെയാണ് ഗ്രാമവാസികൾ സാധനം വാങ്ങുന്നതും വിൽക്കുകയും ചെയ്യുന്നത്. പക്ഷേ സിറ്റി ലൈഫിൽ എങ്ങനെയാണ്? വലിയ വലിയ മാളുകളൊക്കെ ഉണ്ടല്ലേ, നമ്മൾ ലുലു മാളും അങ്ങനെയൊക്കെ പറയുന്ന വലിയ വലിയ മാളുകളൊക്കെ സിറ്റിയിലുണ്ട്. നമ്മൾ അവിടെയൊക്കെ പോയിട്ട് നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് അത്തരം മാളുകളിൽ നിന്നൊക്കെ കിട്ടും. അങ്ങനെ ആഴ്ചകൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യൊന്നും വേണ്ടല്ലേ. താഴെ ബോക്സിൽ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. എന്താണ്? ദർ വെർ വീക്ക്ലി, റെഗുലർ ആൻഡ് ഈവനിങ് മാർക്കറ്റ് ഇൻ യുവർ ലൊക്കാലിറ്റി. നിങ്ങളുടെ നാട്ടിൽ ആഴ്ച ചന്തകൾ, സ്ഥിരം ചന്തകൾ, വൈകുന്നേര ചന്തകൾ എന്നിവയൊക്കെ ഉണ്ടാകുമല്ലോ. വിസിറ്റ് എ മാർക്കറ്റ് വിത്ത് യുവർ എൽഡേഴ്സ്, ഒബ്സർവ് ദ ആക്ടിവിറ്റീസ് ദെയർ ആൻഡ് പ്രിപ്പയർ നോട്ട്സ്. എന്താണ്? മുതിർന്നവരുടെ ഒപ്പം അവ സന്ദർശിച്ച് അവിടുത്തെ ഇടപാടുകളൊക്കെ നിരീക്ഷിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പീലീസ് ഫാദർ ഗിഫ്റ്റഡ് ഹിയർ ഫ്രണ്ട്സ് ഹേറ്റ് മെയ്ഡ് ഓഫ് കോക്കനട്ട് ഫ്രോൺസ് ബാസ്ക്കറ്റ് ആൻഡ് ക്ലോത്ത്സ്. പീലിയുടെ അച്ഛൻ പീലിയുടെ കൂട്ടുകാർക്ക് ഓല കൊണ്ടുണ്ടാക്കിയ തൊപ്പിയും ബാസ്ക്കറ്റും ഡ്രസ്സും ഒക്കെ വാങ്ങിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ആഴ്ചച്ചന്തയിൽ പോയപ്പോഴേ ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്തു പീലിയുടെ ഫ്രണ്ട്സിന്. അടുത്ത ബോക്സിൽ വേറൊരു ആക്ടിവിറ്റീസ് കൂടി തന്നിട്ടുണ്ടല്ലേ. എന്താണ്? വാട്ട് തിങ്സ് ക്യാൻ യു മേക്ക് ഔട്ട് ഓഫ് കോക്കനട്ട് ഫ്രോൺ, പേപ്പർ എക്സെട്ര, എക്സിബിറ്റ് യുവർ പ്രൊഡക്ട്സ് ഇൻ ദ ക്ലാസ്. അതായത് ഓല, കടലാസ് തുടങ്ങിയവ കൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം വസ്തുക്കൾ ഉണ്ടാക്കാൻ അറിയാം? നിങ്ങൾ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാനാണ് പറയുന്നത്. ഇപ്പോൾ പീലിയും കൂട്ടുകാരെല്ലാം കൂടിയിട്ട് ഗ്രാമത്തിലുള്ളൊരു കുളത്തിൻ്റെ അവിടെയാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ പീലി അവരോട് പറയാണ്, ദെയർ ആർ മെനി സച്ച് പോൺസ് ഇൻ ദിസ് വില്ലേജ്. ഇതുപോലെയുള്ള ഒരുപാട് കുളങ്ങൾ ഈ വില്ലേജിൽ ഒരുപാടുണ്ട് എന്നാണ് പറയുന്നത്. മൈ ഫ്രണ്ട്സ് ആൻഡ് മൈ സെൽഫ് ലേൺ ടു സ്വിം ഇൻ ദീസ് പോൺസ്. ഈ കുളത്തു നിന്നാണ് ഞാനും എൻ്റെ കൂട്ടുകാരൊക്കെ നീന്താൻ പഠിച്ചതെന്നാണ് പറയുന്നത്. സിറ്റിയിലൊക്കെ ഇതുപോലെ കുളങ്ങളുണ്ടോ? ഇല്ലല്ലേ. സിറ്റിയിലാണെങ്കിൽ സ്വിമ്മിംഗ് പൂൾസുകളൊക്കെ ഉണ്ടായിരിക്കും. അവിടെ നമ്മൾ കാശ് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് സമയത്തേക്ക് വേണ്ടിയിട്ടാണ് അതൊക്കെ ഉപയോഗിക്കുക. ഇതുപോലെ കുളങ്ങളൊന്നും നമ്മുടെ സിറ്റിയിൽ ഉണ്ടാവില്ല. അപ്പോൾ പീലി കാണിച്ചു കൊടുത്ത ആ കുളത്തിലേക്ക് പീലിയും റിക്കിയും അപ്പും ചമ്മേലിയും എല്ലാം ഇറങ്ങി നീന്തുവാണ്. അപ്പോൾ ഈ നമ്മുടെ നീനുവിന് അതിനൊക്കെ ഒന്ന് ഇറങ്ങി നീന്തി കളിക്കാനൊന്നും പറ്റില്ലല്ലോ. നീനു വീൽ ചെയറിലല്ലേ. അപ്പോൾ നീനു പറയാണ്, ഓ ഹൗ ഹാപ്പി ഐ ആം വെൻ ഐ സീ ദം ആൾ എൻജോയിങ്. നമ്മുടെ നീനു എന്താ പറയുന്നത്? നിങ്ങൾ സന്തോഷിക്കുന്നത് കാണുമ്പോൾ ഞാനും ഒരുപാട് സന്തോഷത്തിലാണ് എന്നാണ് നീനു പറയുന്നത്. നീനു വലിയൊരു മെസ്സേജാണ് കേട്ടോ കൂട്ടുകാരെ തരുന്നത്. കാരണം മറ്റുള്ള എല്ലാ കുട്ടികളും കുളത്തിൽ നീന്തി കളിക്കുമ്പോൾ നീനുവിന് കാലുകൊണ്ട് വയ്യാത്ത കുട്ടി ആയതുകൊണ്ട്, നീനു വീൽ ചെയറിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നീനുവിന് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷെ നീനു പറയുന്നത് എന്താ? നിങ്ങൾ സന്തോഷിക്കുന്നത് കാണുമ്പോൾ എനിക്കും സന്തോഷമാണ് എന്നുള്ളത്. നമ്മൾ മറ്റൊരാളുടെ സന്തോഷം കാണുമ്പോൾ നമ്മളും സന്തോഷിക്കില്ല. മറ്റൊരാളുടെ സന്തോഷം അല്ലെങ്കിൽ മറ്റൊരാളുടെ നല്ലൊരു കാര്യം കാണുമ്പോൾ നമ്മളതിൽ അസൂയപ്പെടരുത്. നമ്മൾക്കുള്ള കഴിവിനെ നമ്മളെപ്പോഴും എനിക്ക് അങ്ങനെ ഒരു കഴിവുണ്ടല്ലോ, ഞാൻ അതിൽ സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കണം. നമ്മൾ ഒരിക്കലും ഞാൻ കഴിവില്ലാത്ത കുട്ടിയാണ്, എനിക്കത് ചെയ്യാൻ കഴിയുന്നില്ല, അങ്ങനെ ഒരിക്കലും പറഞ്ഞ് നമ്മൾ സ്വയം നമ്മളെ തന്നെ വിഷമിപ്പിക്കരുത്. ഇനി എന്താണ് ആ ചിത്രത്തിൽ കാണുന്നത്? കാളകളൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നോക്കി നിൽക്കുകയാണ് പീലിയും കൂട്ടുകാരും. അപ്പോൾ എന്താ പറയണത്?
പറയുന്നത്? ബുൾ സർഫിംഗ് കോമ്പറ്റീഷൻ കാളപൂട്ട് മത്സരം ആർ ഹെൽഡ് ഇൻ ഫീൽഡ് ദാറ്റ് ഹാവ് ബീൻ പ്ലൗഡ് ഫോർ ദ സെക്കൻഡ് ക്രോപ്സ് ആഫ്റ്റർ ഹാർവെസ്റ്റ്. അപ്പം നിങ്ങൾ കാളപൂട്ട് മത്സരം കണ്ടിട്ടുണ്ടോ? ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കാളപൂട്ട് മത്സരം പാടങ്ങളിലൊക്കെ ഇവർ ചെയ്യുന്നത്, ഗ്രാമവാസികൾ ചെയ്യുന്നത് എന്തിനാശെങ്കിൽ ഒരു വിളവെടുത്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത വിളവ് ഇറക്കാൻ വേണ്ടിയിട്ട് ആ നിലം ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ നിലത്ത് ആ വയലിൽ കാളപൂട്ട് മത്സരം നടത്തുന്നത്. അടുത്ത ചിത്രത്തിൽ ഒരു തെയ്യം ഒക്കെ കാണുന്നുണ്ടല്ലേ? അപ്പോൾ പീലി അവർക്ക് അത് കാണിച്ചു കൊടുക്കുകയാണ്. ദിസ് ഈസ് ദ ഫെസ്റ്റിവൽ ഇൻ അവർ വില്ലേജ്. ഞങ്ങളുടെ നാട്ടിലെ ഉത്സവമാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു കലാരൂപത്തിനെ പീലി കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്ത ബോക്സിൽ തന്നെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. എന്താണ്? ആർ ഇൻ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫെസ്റ്റിവൽ ഇൻ യുവർ ലൊക്കാലിറ്റി ടു? നിങ്ങളുടെ നാട്ടിലും വിവിധ തരം ഉത്സവങ്ങൾ നടക്കാറില്ലേ? ആസ്ക് ദ എൽഡേഴ്സ് ഇൻ യുവർ ഫാമിലി അബൌട്ട് ദ സെലിബ്രേഷൻ സച്ച് എസ് ഫെസ്റ്റിവൽ, ഫീറ്റ്സ്, ഉറൂസ്, ഫെയർസ്, സ്പോർട്സ് കോമ്പറ്റീഷൻ എക്സെട്ര ആൻഡ് പ്രിപ്പയർ എ ഡിസ്ക്രിപ്ഷൻ. ഉത്സവങ്ങൾ, പെരുന്നാൾ, ഉറൂസ്, മേളകൾ, കായിക മത്സരങ്ങൾ തുടങ്ങിയ ആഘോഷങ്ങളെക്കുറിച്ച് മുതിർന്നവരോട് ചോദിച്ചിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ, ഒരു വിവരണം തയ്യാറാക്കാനാണ് പറയുന്നത്. ഷെയർ യുവർ എക്സ്പീരിയൻസ് ഇൻ ദ ക്ലാസ് ഓഫ് വാച്ചിങ് ആൻഡ് എൻജോയിങ് ദീസ് ഫസ്റ്റ് വിത്ത് ദ എൽഡേഴ്സ് ഇൻ ദ ഫാമിലി. മുതിർന്നവരോടൊപ്പം അവ കാണാൻ പോയതിൻ്റെ അനുഭവം ക്ലാസ്സിൽ പങ്കുവെക്കാനും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ വിഷുവിനെ കുറിച്ച് എഴുതാൻ വിചാരിച്ചു. ഇപ്പോൾ എടുത്തു കഴിഞ്ഞത് വിഷു അല്ലേ? കൂട്ടുകാർ വിഷു ഒക്കെ നന്നായി ആഘോഷിച്ചിരുന്നു. അപ്പോൾ ഒന്ന് നോക്കിയാലോ? Vishu is a traditional festival celebrated in the Indian state of Kerala and by Malayali community around the world. ലോകമെമ്പാടുമുള്ള മലയാളികൾ ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണല്ലേ വിഷു. ഇറ്റ് മാർക്സ് ദ ബിഗിനിങ് ഓഫ് ദ മലയാളം ന്യൂ ഇയർ ആൻഡ് യൂഷ്വലി ഫാൾ ഇൻ മിഡ് ഏപ്രിൽ. അപ്പോൾ മലയാളം മാസം ആരംഭം മേടം 1 അല്ലെങ്കിൽ ഏപ്രിലിൻ്റെ പകുതി മുതൽ, അത് ഏപ്രിൽ 14 ആ ഒരു സമയത്താണ് നമ്മൾ വിഷു ഒക്കെ ആഘോഷിക്കുന്നത്. ഇത് ഹൈലൈറ്റ് ഓഫ് ദ ഫെസ്റ്റിവൽ ഈസ് ദ വിഷുക്കണി. അപ്പോൾ വിഷുവിൻ്റെ ഹൈലൈറ്റ് എന്താണ്? വിഷുക്കണിയാണല്ലേ. An arrangement of Vishukani items like rice, fruits, flowers, especially konna, a mirror, coins and a holy text which is viewed first things in the morning of good luck. അപ്പോൾ വിഷുക്കണിയിൽ നമ്മൾ എന്തൊക്കെയാണ് വെക്കുന്നത്? ഫ്രൂട്ട്സ് വെക്കുന്നുണ്ട്, അരി, ഫ്ലവർ ഏത് ഫ്ലവറാണ്? കണിക്കൊന്നയാണല്ലേ. പിന്നെ ഒരു കണ്ണാടി, കോയിൻസ്, ഇതൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വിഷുക്കണി ഒരുക്കാൻ വേണ്ടിയിട്ട് വെക്കും. അപ്പോൾ രാവിലെ ഇത് കാണുന്നത് നമ്മൾക്ക് ഗുഡ് ലക്ക് ആണെന്നാണ് പറയുന്നത്. പീപ്പിൾസ് ആൾസോ വിയർ ന്യൂ ക്ലോത്ത്സ്, വിഷുക്കോടി. അപ്പോൾ അന്ന് എല്ലാവരും പുതിയ ഡ്രസ്സ് ധരിക്കും. ആ ഡ്രസ്സിന് എന്താ പറയുക? വിഷുക്കോടി എന്നാ പറയുക. ബ്രസ്റ്റ് ഫയർ ക്രാക്കേഴ്സ് ആൻഡ് ഷെയർ എ സ്പെഷ്യൽ ഫീസ്റ്റ്, വിഷു സദ്യ. എൽഡേഴ്സ് ഗിവ് മണി ടു ചിൽഡ്രൻ കാൾഡ് വിഷു കൈനീട്ടം ആസ് എ സിംബൽ ഓഫ് ബ്ലെസ്സിങ്. അപ്പോൾ നമുക്ക് വിഷു കൈനീട്ടം കിട്ടും. പിന്നെ അതുപോലെ നമ്മൾ അന്ന് പടക്കൊക്കെ പൊട്ടിച്ച് ആഘോഷിക്കും, വിഷു സദ്യ കഴിക്കും. അങ്ങനെയൊക്കെയാണല്ലേ നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫെസ്റ്റിവലിനെ കുറിച്ചിട്ട് എഴുതുക, ഓണത്തെക്കുറിച്ച് എഴുതുക, അങ്ങനെ എന്തോ നമ്മളൊരു ഫെസ്റ്റിവലിനെ കുറിച്ചിട്ട് എഴുതുക. അങ്ങനെ പീലിയും കൂട്ടുകാരൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് മടങ്ങി വരികയാണ്. You are returning with your friends and Peelies at night after watching the sign in the village. How about composing a singing a song at the time? Shall we compose a song titled My Village? Write a song covering the village you have seen and Peelies village and sing into the class in your own rhythm. പീലിയും കൂട്ടുകാരും നിങ്ങളും ഗ്രാമത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് രാത്രി തിരിച്ചു വരികയാണ്. ഈ നേരത്ത് നമുക്കൊരു പാട്ടുണ്ടാക്കി പാടിയാലോ? എൻ്റെ ഗ്രാമം എന്ന പേരിൽ ഒരു പാട്ടുണ്ടാക്കാം. നിങ്ങൾ കണ്ടിട്ടുള്ള ഗ്രാമങ്ങളും പീലിയുടെ ഗ്രാമവും ഒക്കെ ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു പാട്ട് എഴുതി ക്ലാസ്സിൽ സ്വന്തം താളത്തിനനുസരിച്ച് പാടി അവതരിപ്പിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗങ്ങളും അതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്താലോ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ 5ാം ക്ലാസ്സിൽ എൻ്റെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ആക്ടിവിറ്റീസും ചാപ്റ്റേഴ്സും പ്രീവിയസ് ക്വസ്റ്റ്യൻസും എല്ലാം പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ദിവസം ഓരോ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.